കാണണം. കുട്ടികളെ രണ്ടാളെയും കണ്ടിട്ട് ഞാന് ലോകത്തോട് വിട പറയാന്നൊക്കെ. ചാറ്റ് ഇടുന്നതിന് ഇത്രയും പേടിയാണോ സഫയ്ക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. സഫ എത്ര പേരോട് പൈസ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് സഫ എന്നോട് പറഞ്ഞു അത് സത്യമായിരുന്നു എന്നുള്ളതാണ്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് കോണ്ടൻ്റാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. 1-2 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ നിൽക്കുന്ന ഒരു കോണ്ടൻറ്റ് തന്നെയാണ് ഞാൻ ഇവിടെയും എടുത്ത് സംസാരിക്കാൻ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് സീ എന്താണ് എന്നുള്ളത്. മേ ബി ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ കുറേ പേര് സഫേനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, കുറേ പേര് മെഹനൂനുണ്ടാവും, കുറേ പേര് ലല്ലൂനുണ്ടാവും, കുറേ പേര് ഫസ്മിനേനുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനും കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. ഇവർ ഒളിച്ചോടിയോ അല്ലെ ഒളിച്ചോടിയില്ലേ? ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് എന്താ കിട്ടുന്നത്? ഞാൻ സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നുണ്ട്. സഫ ഒരു വീഡിയോ ഇടും, അപ്പം ഫസ്മിൻ ഒരു വീഡിയോ ഇടും, ഫസ്മിൻ ഒരു വീഡിയോ ഇടും, അപ്പം സഫ ഒരു വീഡിയോ ഇടും. മേ ബി അവരുടെ ഉള്ളിലെ ഇമോഷൻസ് ആയിരിക്കാം അവർ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങളിങ്ങനെ ഇമോഷൻസ് അങ്ങ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അതേ ഇമോഷനിൽ കൂടിയും അല്ലെങ്കിൽ നിങ്ങളുടെ അതേ മൈൻഡ് കൂടിയും നിങ്ങളുടെ അതേ മെൻറ്റാലിറ്റി കൂടിയും നിങ്ങളുടെ അതേ ഫീലിങ്സ് കൂടിയും ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും ഇല്ല. എല്ലാവർക്കും ദിസ് ഈസ് എ സ്റ്റോറി, ഒരു 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 കഥയാണ്. ചില ആൾക്കാർക്ക് അതിൽ നിന്നൊരു ഇത്, ഇനി എത്രയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ അവരാരും ഉൾക്കൊള്ളുന്നില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സ്പേസിനെ അതിൽ നിന്ന് മാറ്റിയാൽ നിങ്ങളൊന്നും അല്ലാത്ത രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു ഒപ്പീനിയൻ ഉണ്ട്. ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. എന്തായാലും അതവിടെ കിടക്കട്ടെ. ഇതെൻ്റെ ഒരു വീഡിയോൻ്റെ തുടക്കം എന്ന നിലയിൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സഫയുടെ കുറച്ച് സ്റ്റോറികൾ, ഫസ്മിനേൻ്റെ കുറച്ച് സ്റ്റോറികൾ, ഖാദർ കരിപ്പൊടിയുടെ ചാനലിൽ വന്നിട്ടുള്ള കുറച്ച് വോയിസ് റെക്കോർഡ് എന്നീ കാര്യങ്ങളിലാണ്. എഗെയിൻ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എൻ്റെ വീഡിയോ ഞാൻ തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ഫസ്മിന സാക്കിർ ആളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റ് വെച്ചിട്ടാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദാറ്റ്. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടായിരുന്നു. സഫയുടെ കുറച്ച് ചാറ്റ് എനിക്ക് കിട്ടി. അപ്പം ഞാൻ അത് യൂട്യൂബിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പോൾ ഇട്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പോളിൽ കുറച്ചൊരു നോ പറഞ്ഞിട്ടുണ്ട്. അപ്പം നോ ആരാന്ന് നോക്കാൻ വേണ്ടി ഞാൻ എടുത്തു നോക്കുമ്പോൾ അതാ ഈ കുട്ടി നോ പറഞ്ഞേക്കുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ. എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് നോ കുത്തിയേക്കുവാണ്. എന്തിനാണ് സഫ ഇങ്ങനെ പേടിക്കുന്നത്? സഫ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ പേടിക്കണ്ടല്ലോ. ഞാൻ ആ ചാറ്റ് ഇടുന്നതിന് ഇത്രയും പേടിയാണോ സഫയ്ക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. സഫ എത്ര പേരോട് പൈസ വെച്ചിട്ടുണ്ട്, എത്ര പേരോട് ഇരന്നിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടാണ് പൈസ ചോദിച്ചിരിക്കുന്നത്? എന്നോടടക്കം പൈസ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ചാറ്റ് ഞാൻ ഇടുന്നുണ്ട്. സഫ എന്തായാലും നോ വോട്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും യെസ്സിലോട്ട് അങ്ങ് കിടക്കുകയാണ്. ഞാൻ പോൾ അങ്ങ് ഒഴിവാക്കി. ഞാൻ എന്തായാലും യെസ്സിലോട്ട് പോവുകയാണ്. സഫ ഇങ്ങനെ പേടിക്കരുത് കേട്ടോ. കാരണം നമുക്ക് എന്തായാലും സംസാരിക്കുമ്പോഴും നമുക്ക് തെളിവ് വേണം. സഫ പറഞ്ഞു ഞാൻ കണ്ടവരുടെ കൂടെ പോയെന്ന് ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടു. കണ്ടവരുടെ കൂടെ പോയത് ഇവിടെ നിന്നാണ് ഈ വീഡിയോ ബിഗിൻ ചെയ്യുന്നത്. ഫസ്മിന സാക്കിർ എന്ന് പറയുന്ന വ്യക്തി ആളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. സ്റ്റോറി ഇത്രയേ ഉള്ളൂ: സഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചാറ്റ് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ അത് എക്സ്പോസ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട്. ആൻഡ് സഫ അതിൽ കയറി നോ എന്ന് പറയുന്ന ഒരു കമൻറ്റ് ഇട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സഫ നോ ഇടാൻ ഉള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ സഫ പറയും ഇതൊരു പബ്ലിക് പ്രൊഫൈൽ അല്ലേ, പബ്ലിക് പ്രൊഫൈൽ അങ്ങനെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോറി കാണുന്ന ആൾക്കാർക്കൊക്കെ അതിന് റിപ്ലൈ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സഫ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് സഫ അത് ചെയ്തല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഫസ്മിനേൻ്റെ സ്റ്റോറി കയറിനോ. സഫ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റാർട്ടിങ് തൊട്ട് ഈ നിമിഷം വരെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു തെറ്റുകാരിയല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്ത് മുഴുവൻ ശരിയാണ്, ഞാനും എൻ്റെ കുട്ടിയും കൂടെ ഫ്ലാറ്റിൽ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെയാണ് സഫ സ്റ്റാർട്ടിങ് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സത്യം സൈഡിലുള്ള ആളാണ് സഫയെങ്കിൽ എന്തിനാണ് സഫ ഒരു ചാറ്റ് പേടിക്കുന്നത്? എന്തിനാണ് സഫ ഒരു സ്ക്രീൻഷോട്ട് പേടിക്കുന്നത്? ഈ ചാറ്റും സ്ക്രീൻഷോട്ടും പേടിച്ചത് കൊണ്ട് സഫയ്ക്ക് എന്താണ് കിട്ടുന്നത്? സീരിയസ്ലി ഇതാണ് എനിക്ക് ഇവിടെ കറൻലി ചോദിക്കാനുള്ളത്. സഫയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, സഫ ഒരു തെറ്റുകാരിയും അല്ലെങ്കിൽ സഫ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും എന്ന് വെച്ചാൽ ഒരിക്കലും പേടിക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷേ സഫ തന്നെ ആളുടെ ചാറ്റ് കയറി നോ പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ കള്ളത്തലുണ്ട്. എന്തായാലും സഫ നോ പറഞ്ഞ സ്ഥിതിക്ക്
ഫസ്മിനെ യെസ് ആക്കി എടുത്ത് എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ ആ ചാറ്റും കാര്യങ്ങളൊക്കെ അങ്ങ് പുറത്തോട്ട് വരും. അതിൽ സഫയുടെ പൈസ ചോദിക്കൽ ചാറ്റും പിന്നെ സഫയും മേ ബി ലല്ലു ആയിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും എന്തായാലും പുറത്ത് വരുമ്പോൾ നമുക്ക് കണ്ടറിയാം. ഓഫ് കോഴ്സ് ഇതിന് മറുപടിയായിട്ട് നമ്മളുടെ സ്വന്തം സഫ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മറുപടി എന്താ നോക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ അടുത്തത് കാണിക്കാൻ പോകുന്നത് സഫയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഒരു 3-4 വീഡിയോ ആണ്. അതിൽ ആദ്യത്തെ വീഡിയോ കണ്ട സമയത്ത് ലിറ്ററലി ഞാൻ ഭയങ്കര ഷോക്ക്ഡായിപ്പോയി. ഷോക്ക്ഡ് നോട്ട് ഇൻ ദ സെൻസ് ഓഫ് സഫയിൽ മാത്രമല്ല, സഫയാണെങ്കിലും ഫസ്മിനെ ആണെങ്കിലും മെഹനു ആണെങ്കിലും അവരുടെ ജീവിതമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി കളയുന്നത്. സീരിയസ്ലി ഈ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്നതിനേക്കാളും, ഫാമിലി വ്ളോഗേഴ്സ് നമ്മൾ എപ്പോഴും പറയല്ലേ സ്വന്തം ഫാമിലി ലൈഫ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒരു കോണ്ടന്റ് ആക്കി മാറ്റി ആ കോണ്ടന്റ് കൊണ്ട് ജീവിക്കുന്നവരല്ലേ എന്നൊക്കെ നമ്മൾ ഫാമിലി വ്ളോഗേഴ്സിനെ പറയും. അതിൻ്റെ എക്സ്ട്രീം ലെവലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് അങ്ങ് വാരി വലിച്ചിടുകയാണ്. അതിപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ചാറ്റ് ആണെങ്കിലും ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതിന് വേണ്ടി നിങ്ങളൊരു വേദി ഒരുക്കുകയാണ്. സഫയുടെ ഇൻസ്റ്റഗ്രാം ഞാൻ തുറന്നപ്പോൾ ഫസ്റ്റ് കണ്ടൊരു സാധനം, എൻ്റെ യൂട്യൂബ് എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യും, ഞാൻ അതിൽ ലൈവിൽ വരാം, ലൈവിൽ വന്നിട്ട് ഞാൻ ഇരുന്ന് എല്ലാവരുടെയും കഥ പറയാമെന്ന്. ഒന്ന് കേട്ടു നോക്കൂ. ഗായ്സ്, എൻ്റെ ചാനൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ലിങ്ക് ത്രൂ ആ നെയിം ഒന്ന് അടിച്ച് നോക്കാമോ? എനിക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ഇൻസ്റ്റയിലും ലൈവ് ഇടാൻ നോക്കി, യൂട്യൂബിലും നോക്കി, രണ്ടിലും എനിക്ക് പറ്റുന്നില്ല. യൂട്യൂബിലാണ് പിന്നെ ഒരു ഹോപ്പ് കണ്ടത്, എത്രയോ ഫോളോവേഴ്സ് ആയിട്ട് അങ്ങനെ ആവുമെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ കണ്ടത്. ഇൻസ്റ്റയിലാരും അന്വേഷിച്ചപ്പോൾ കുറച്ച് ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. പുതിയ അക്കൗണ്ട് അല്ലേ, എന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല. ലൈവ് സെറ്റ് ആയിക്കാൻ എന്തായാലും ലൈവ് ഇടും. കുറേ പേര് ലൈവ് ഇട്ടുകൊണ്ട് ഇടും ചോദിച്ചുകൊണ്ട് മനഃപൂർവ്വം ഇടാത്തതല്ലേ ഇതാ സംഭവം. ഞാൻ തെളിവടക്കം ഇങ്ങനെ ഇടുന്നുണ്ട്. നോക്ക്, ഞാൻ ഈ ഒരു സാധനമാണ് പറയുന്നത്. ആളിപ്പം മേ ബി യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഏർണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഏർണിംഗ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം യൂട്യൂബ് തുടങ്ങിയത്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പോകുന്നത് എന്നാണ് ആലോചിക്കുന്നത്. ഫസ്മിന സാക്കിർ ചെയ്യുന്ന ആൾക്കാർ വീഡിയോയിൽ എല്ലാവരും ബോൾഡ് എന്നാണ് പറയുന്നത്. ഞാനും അത് തന്നെ ഒപ്പീനിയൻ. വളരെ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഫസ്മിന വന്നങ്ങ് പറയുന്നുണ്ട്. ഞാൻ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം എൻ്റെ മൈൻഡിൽ പോയൊരു കാര്യമാണ്, എങ്ങനെയാണ് ഫസ്മിന എന്ന് പറയുന്ന വ്യക്തിക്ക് ലൈഫിൽ നടന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ജീവിതം തന്നെ ഒരു കോണ്ടന്റ് ആക്കി മാറ്റാൻ സാധിക്കുന്നത് എന്ന്. അതിൻ്റെ ഒരു വേറെ പതിപ്പാണ് സഫ പറയുന്നത്. എല്ലാവരും എൻ്റെ യൂട്യൂബിലോട്ട് വരും, എൻ്റെ ലൈഫ് ഒരു കോണ്ടന്റായി സ്ക്രീൻഷോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന്. യു ആർ ജസ്റ്റ് തിങ്ക്. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ ഇറ്റ്സ് മീ ഗായ്സ് എന്ന് പറയുന്നൊരു പുള്ളിയുടെ വീഡിയോ കണ്ടത്. വേറെ ആർക്കും റിപ്ലൈ കൊടുക്കുന്നതല്ല, ഞാൻ ജസ്റ്റ് ഫ്ലാറ്റിൻ്റെ വീഡിയോ ഇട്ട് പുള്ളി പറഞ്ഞു, നീ ഏത് ഫ്ലാറ്റിലാണ്, നിങ്ങൾ താമസിച്ച ഫ്ലാറ്റ് ഏതാ നമുക്കറിയില്ല, നീ ജസ്റ്റ് മര്യാദ കാണിച്ചാലല്ലേ ഫ്ലാറ്റ് കാണുള്ളൂ പറഞ്ഞ്. ശരിയാണ്, അതിൽ ഞാൻ ന്യായമുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റ് കാണിച്ചത്. ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഇപ്പോൾ കണ്ടുള്ളൂ. ഞാൻ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, അതാ കുട്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഫുൾ അലങ്കോലമായിട്ടാണുള്ളത്. ഇതിന് കുറേ റീസൺസ് ഒക്കെ ഉണ്ട്, നോക്കാത്തതാണ് നല്ലത്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാ നമ്മുടെ വ്ളോഗിൽ ഓൾറെഡി ഈ വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ആകെ അലങ്കോലാണ്. ഇതിന് കുറേ റീസൺസ് ഉണ്ട് ഗൈസ്. ഞാനപ്പോൾ അതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടിക്കും കൊടുത്തിട്ടുകൂടി ഇരിക്കുകയാണ്. ഇനി എന്ത് അഡ്രസ്സാണ് മോനെ വേണ്ടത്? വ്ളോഗ് കണ്ടാൽ അറിയാം. നമ്മുടെ ഓഫ് കോഴ്സ് സഫ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു ഫ്ലാറ്റിലെ ചെറിയൊരു വീഡിയോ പീസാണ് കാണിച്ചത്. അതിനുശേഷം കുട്ടീനെയും കാണിച്ചു. ഞാൻ തന്നെ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഈ പീസിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ലല്ലു അവിടെ മാറി നിൽക്കുന്നുണ്ടോ, അതാണ്. അപ്പോൾ സഫ വളരെ ക്ലിയർ ആയിട്ട് അവരവരുടെ ഫ്ലാറ്റിലാണ് എന്നുള്ളൊരു കാണിച്ചു. ആൻഡ് വളരെ വൃത്തികേടായ രീതിയിലാണ് ഫ്ലാറ്റ് കിടക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം മേ ബി ആൾ ഉദ്ദേശിക്കുന്നത് മെഹനുമായിട്ട് ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നടന്ന തല്ല് ഇടി ചവിട്ട് കുത്തിൻ്റെ ഭാഗമായിട്ടാണ്. എത്ര തല്ലും ഇടിയും ചവിട്ടും കുത്താണെങ്കിലും ആ വൃത്തികെട്ട ഈ ഒരു ആംബിയൻസിൽ എങ്ങനെയാൾക്ക് കിടക്കാൻ തോന്നുന്നു? ആ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചൂടെ? അത് ചെയ്യാൻ മാത്രം ഡൗൺ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സഫ ഇടുന്ന ഓരോ വീഡിയോസ് കണ്ടിട്ടുണ്ട്. സഫ കുറേയൊക്കെ ഓക്കെയാണ്, സഫയൊക്കെ കുറേ പീസാണ്, സഫ നല്ല ഫിൽറ്ററും അതും ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കര ജോളി സൈഡ് ഓഫ് വീഡിയോസാണ് സഫ കാണിക്കുന്നത്. പക്ഷേ എന്നാൽ ഇവിടെ ഈ വീടിൻ്റെ ഹൈജീനിലോട്ട് വരുമ്പം സഫേനെ എന്തൊക്കെയോ എഫക്റ്റ് ചെയ്ത പോലെ. സൈഡിൽ വേറൊരു വീഡിയോയും കൊടുക്കാം. സഫയും സഫയുടെ കുട്ടിയും തമ്മിലുള്ള ഒരു പേഴ്സണൽ ടൈം ഇട്ടിട്ടുണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ്, അവർ ഭയങ്കര പീസ്ഫുൾ ആണ്. ഇങ്ങനെയൊക്കെയാണ് സഫ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ലൈഫാണ് പുറത്തോട്ട് ഇടുന്നത് എന്നൊരു തിരിച്ചറിവ് മാത്രം ഉണ്ടായാൽ. ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, 35.something K ഉള്ള ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം. അതിൻ്റെ പേര് വരുന്നത് സഫ ഒഫീഷ്യൽ എന്നാണ്.
ഇപ്പോഴത്തെ എൻ്റെ പേജിന് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പേര് തന്നെയാണ് അതിനുള്ളത്. പിന്നെ മെഹനു ഒഫീഷ്യൽ 919 എന്തോ ആണ് അതിന് പേര് കൊടുത്തേക്കുന്നത്. കുട്ടീൻ്റെ ഉള്ള ഫോട്ടോ ഇട്ടേക്കുന്നത് അത് ഞാനല്ല ഇപ്പോൾ യൂസ് ആക്കുന്നത്, എൻ്റെ ഉപയോഗത്തിലില്ല അത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്യുന്നതാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാനല്ല. ഇന്നലെ എന്തൊക്കെയോ സ്റ്റോറി അതിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് മെസ്സേജ് വന്നാലും ഞാനല്ല. ഓക്കെ, ഇപ്പം ഈ ഒരു പേജാണ് ഇപ്പം ഞാൻ യൂസ് ആക്കുന്നുള്ള പേജ്. ആ അക്കൗണ്ട് ഞാൻ യൂസ് ആക്കുന്നില്ല. ഫൈനലി സഫ വന്ന് പറഞ്ഞിരിക്കുകയാണ് സഫയുടെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് മെഹനു ആണ്. മേ ബി ഇനിയിപ്പം ഫസ്മിനെ വരുന്ന സമയത്ത് സഫ റിലേറ്റ് ചെയ്ത് കുറേ ചാറ്റ് കാര്യങ്ങൾ ഫസ്മിനെ കാണിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സഫയുടെ ചാറ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം സഫ ചിലപ്പോൾ ഈ ഒരു സാധനം കാണിച്ചത്. പക്ഷേ സഫ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്മിൻ എന്തായാലും ഇന്നും ഇന്നലെയും 3-4 ദിവസം മുമ്പുള്ള ചാറ്റൊന്നും അല്ലായിരിക്കും കൊണ്ടുവരിക, കുറേ മുമ്പുള്ള ചാറ്റായിരിക്കും. എന്തായാലും ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന് പറയും. ഈ ഒരു 5 ദിവസത്തിനിടയിലുള്ള ചാറ്റാണ് ഫസ്മിനെ കൊണ്ടുവരുന്നതെങ്കിൽ നമ്മളാരും വിശ്വസിക്കുന്നില്ല. അതിന് മുമ്പത്തെ ചാറ്റാണെങ്കിൽ അതിൽ കുറച്ചും വിശ്വസിക്കേണ്ട കാര്യം ഉണ്ട് എന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഇത്ര വലിയ കോംപ്ലിക്കേഷനിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. സഫ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ ജീവിക്കുന്നു, അതെൻ്റെ ഇഷ്ടമാണ്, നിങ്ങൾ ആരും ഇതിൽ പറയേണ്ട ആവശ്യമില്ല. ഫസ്മിനെ നീ ഡിവോഴ്സ് ചെയ്ത് ഒഴിവാക്കിയല്ലേ, നിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വൃത്തികെട്ടവനാണ് അവൻ, പിന്നെ അവൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നതിന് നിനക്ക് എന്താ എന്ന് ചോദിച്ച് ജീവിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പകരം ന്യായീകരണങ്ങൾ കൊണ്ടുകൊണ്ട് പല വിഷയങ്ങളെയും നിങ്ങളിങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് മാറുന്നത്. ഇതൊക്കെ സഫയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള സ്റ്റോറിയാണ്. ഇനി നേരത്തെ ഫസ്മിന ഇട്ട വീഡിയോന് റിയാക്ട് ചെയ്തുകൊണ്ട് സഫ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലോട്ടൊന്ന് പോകാം. അത് കഴിഞ്ഞിട്ട് മെഹനുവിൻ്റെ ഒരു വീഡിയോയും കൂടെ കാണിക്കാനുണ്ട്. മോളെ ഫസ്മിന സക്കീറെ, നിന്റെ സ്റ്റോറിയിൽ പോളിനകത്ത് ഞാൻ ഓക്കെ, അതെനിക്ക് പേടി ഉണ്ടായതുകൊണ്ടെന്നല്ല, അതെൻ്റെ ഇഷ്ടം. എന്ത് പോളിൽ യെസ് ഓർ നോയിൽ എന്ത് ഇടണം എന്ന് എൻ്റെ ഇഷ്ടം. ഓക്കെ, പിന്നെ നീ പറഞ്ഞു ഞാൻ പൈസ വാങ്ങി എന്നുള്ളത്, അതെൻ്റെ കൂട്ടുകാരൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ്, നിന്റെ കൂട്ടുകാരൻ എന്നെ കൊണ്ട് പറഞ്ഞ് ചോദിപ്പിച്ചതൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ നീ ചാറ്റ് ഇടാവുന്നത് നിനക്ക് എത്ര വേണമെങ്കിലും നിനക്ക് ചാറ്റ് ഇടായാലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ മോളുടെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് കിട്ടെങ്കിൽ പിന്നെ വീട്ടുകാരത് ചോദിക്കാനൊന്നുമില്ലല്ലോ. പറഞ്ഞ പോലെ എല്ലാവരെയും വിട്ട് മാറി നിൽക്കുകയാണല്ലോ സിസ്റ്റേഴ്സ് രണ്ടാളും കൂടി. ഓക്കെ, ആണുങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിന്റെ ഈ ലാസ്റ്റത്തെ ഒരു എന്നുള്ള സംഭവമില്ലേ, അത് എന്തിൻ്റെയാന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ നിന്റെ വീഡിയോനകത്ത് ഞാൻ കമന്റ് ഇടുമ്പോൾ നീ കമന്റ് ഡിലീറ്റ് ആക്കുന്നു. നീയും പറഞ്ഞു സഫയുടെ കമന്റ് ഇട്ടെങ്കിൽ വാനിഷ് മോഡാണെന്ന്. അപ്പം നിന്റെ എന്ത് മോഡാണ് മോളെ? 2 കമന്റ് ഇട്ട് 2 കാണാനില്ല. ഞാൻ ഇപ്പോഴും 2 കമന്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുണ്ടോ വാനിഷ് മോഡിൽ പോയോന്ന് എനിക്ക് അറിയത്തില്ല, നോക്കട്ടെ. അപ്പോൾ മോളെ പേടിച്ചിട്ടാണോ വാനിഷ് മോഡാവണം? നല്ല അടിപൊളിയായ ഒരു മറുപടി സഫ കൊടുത്തിരിക്കുകയാണ്. സഫ കൊടുത്ത മറുപടികളിലെ കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം, കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫസ്മിനേൻ്റെ വീഡിയോയിലിടുന്ന സഫയുടെ കമൻറ്റും സഫയുടെ വീഡിയോയിലിടുന്ന ഫസ്മിനേൻ്റെ കമൻറ്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പം ഏതോ ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്യാത്ത പോലെ കണ്ടിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ്, ഈ വീഡിയോയിൽ തന്നെ ആൾ പറയുന്നുണ്ട് ഞാൻ യെസ് ഇട്ടു, കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പബ്ലിക്കാണ്, ഒരു ഓപ്പൺ പോളാണ്, അതിൽ എന്താ അഭിപ്രായം ഉള്ളതെന്നുള്ള എൻ്റെ ഇഷ്ടം. പക്ഷേ നീ ചാറ്റോ സ്ക്രീൻഷോട്ടോ കാണിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. പൈസ ചോദിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ പൈസ ചോദിച്ചതിന് വളരെ ക്ലിയർ ആയിട്ട് ആളൊരു മറുപടി തന്നിട്ടുണ്ട്. നിൻ്റെ കൂട്ടുകാരൻ എന്ന് വെച്ചാൽ മെഹനുകാരനാണ് ഞാൻ എന്ത് ചെയ്തത്, പൈസ ചോദിച്ചതെന്ന്. മെഹനൂൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി പല വ്യക്തികളോടും പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പോട്ടോ ബാക്കോട്ടോ അല്ലെങ്കിൽ അവർ തമ്മിൽ വേറൊരു ചാറ്റോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പൈസയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കാം. അല്ല, അതിന് മുമ്പിലും ബാക്കിലും ഒക്കെ ആയിട്ട് പല ചാറ്റുകളും കോളും കാര്യങ്ങളുണ്ട്, അതിൻ്റെ ആഫ്റ്റർ റിഫ്ലക്ഷനിലാണ് പൈസ ചോദിക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ഫസ്മിന പറയുന്നതിൽ അവിടെ എവിടെയോ ഒരു ശരിയുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ്, ആൾ വളരെ ബോൾഡായിട്ട് പറഞ്ഞു നീ ചാറ്റും കാര്യങ്ങളൊക്കെ എക്സ്പോസ് ആയിക്കോളൂ, എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ. അപ്പം സഫയുടെ പെർമിഷൻ കിട്ടി, സോ എന്ത് ചെയ്യാം, ചാറ്റ് കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യാം. പക്ഷേ സഫയും പറയുന്നുണ്ട് ഞാനും പല ചാറ്റും കാര്യങ്ങളും എക്സ്പോസ് ചെയ്യും എന്നുള്ളത്. ഇത്രയും കാലം ഫസ്മിനയ്ക്ക് എഗെയിൻസ്റ്റ് വലിയ ഹെയ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു 10% ഹെയ്റ്റ് ഉണ്ടെങ്കിലും ലല്ലു ഒന്നും വന്ന് സംസാരിച്ചിട്ടില്ല. ലല്ലു സംസാരിച്ച എല്ലാ കാര്യങ്ങളെയും ഫസ്മിന അതുപോലെ തന്നെ പൊട്ടിത്തെറിച്ച് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ സഫയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ സഫ പുറത്തിടും, നമുക്ക് റിയാലിറ്റി മനസ്സിലാക്കല്ലോ. ഇപ്പോൾ സഫയുടെ ഭാഗത്തല്ല തെറ്റ്, ഫസ്മിനയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഫസ്മിന എന്താണെന്നുള്ളതും കൂടെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചാൻസ് ആണല്ലോ. പിന്നെ ഇവിടെ വളരെ കൂളായിട്ട് ഫസ്മിനെ കളിയാക്കുന്നുണ്ട്. ഫസ്മിന ഫാമിലീനെ കയ്യിൽ നിന്ന് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ നിന്നൊക്കെ വിട്ട് വെറും പെങ്ങളെ കൂടെ മാറി മാറി സിസ്റ്റേഴ്സ് ജീവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ ഒരു ക്ലാരിറ്റി എന്ന് പുറത്തോട്ട് വരുന്ന അപ്പോൾ വരും.
ഇത് പറയുക എന്നല്ലാണ്ട് നമുക്ക് ഏത് വിഷയം ഇപ്പോൾ കോടതിക്കാണെങ്കിലും തെറ്റാണെന്ന് കോടതിക്ക് മനസ്സിലായാലും കോടതിക്ക് തെളിവ് ഭയങ്കര മസ്റ്റാണ്. അതുപോലെ തന്നെ സഫ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സത്യങ്ങൾ ഉണ്ട് എന്നാണ് സഫ പറയുന്നതെങ്കിൽ ആ തെളിവുകളൊക്കെ എന്ത് ചെയ്യേണ്ടതാണ്, പുറത്തോട്ട് ഇടേണ്ടതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ആളുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഒരു ചാറ്റ് റെക്കോർഡിങ്സ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ഫസ്മിന സാക്കിറിൻ്റെ ചാറ്റാണ്. ഭയങ്കര അടിപൊളി ചാറ്റാണ് ഇതിലുള്ളത്. ഇത് ബേസിക്കലി ഫസ്മിന സഫയ്ക്ക് അയക്കുന്ന മെസ്സേജാണ്. അതിൽ കുറേ ഭീഷണിപ്പെടുത്തലും അതും ഇതൊക്കെ ഉണ്ട്. നിന്നെ ഉണ്ടാക്കിയത് അവർ ചെയ്ത മിസ്റ്റേക്കാണ്. ആൻഡ് ഓൾസോ റൂമിൽ നിന്ന് ഒരു മിനിറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് എനിക്ക് വായിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. നിൻ്റെ തള്ളയ്ക്ക് നീ ഉണ്ടായത് അവർ പറഞ്ഞു, നിന്നെ ഉണ്ടാക്കിയത് അവർ ചെയ്ത തെറ്റാണ്. ആൻഡ് ഓൾസോ റൂമിൽ നിന്ന് തണ്ട കട്ടിലിൻ്റെ അടിയിലുണ്ട്, പുള്ളിനെ കൊണ്ട് തരാൻ ഞാൻ. നിനക്കൊക്കെ കൊച്ച് നീ തന്നത്, എന്നാലെങ്കിലും നിൻ്റെ കഴപ്പ് മാറും ഓർത്തുകൊണ്ട് പടച്ചവൻ, എന്നിട്ട് മാറിയില്ലല്ലോ. മേനുവിൻ്റെ അക്കൗണ്ട് കൊളാബ് ചോദിച്ച സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നീ സെക്സ് ചെയ്യാൻ ഓരോരുത്തരെ വിളിക്കും, എല്ലാം ചേർത്ത് ഞാൻ തരുന്നുണ്ട്. നീ സൂസൈഡ് ചെയ്താലും എനിക്ക് സീനില്ല, മരിച്ചാൽ അത്രയും നല്ലത്. നിന്നെപ്പോലുള്ളത് മരിക്കണം. ബ്ലോക്ക് ചെയ്യുക, ബാക്കി വീഡിയോയിൽ കണ്ടാൽ മതി. നിൻ്റെ തുണ്ടടക്കം ഞാൻ ഇടുന്നുണ്ട്. ഇത് ബേസിക്കലി ഫസ്മിന സാക്കിർ എന്ന് പറയുന്ന വ്യക്തി സഫയ്ക്കിട്ട മെസ്സേജാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ത്രെട്ടനിങ് മെസ്സേജാണ്. ആൻഡ് ഈ ത്രെട്ടൻ്റെ മെസ്സേജ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാവാത്തൊരു കാര്യം, ഫസ്മിന എന്തിനാണ് ഇത് അൺസെൻഡ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാതെ. ഫസ്മിന പറയേണ്ട കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായി ഗംഭീരമായി ഘോര പ്രസംഗിച്ചിട്ട് ലാസ്റ്റ് ഫസ്മിന തന്നെ അൺസെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ താഴെ ഫസ്മിന ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചു തരാം. മരിക്കാൻ പറഞ്ഞ മെസ്സേജ് അൺസെൻഡ് ആക്കിയത് നീയൊക്കെ പോയി തൂങ്ങിയാൽ എൻ്റെ തലയിലിരിക്കും, അല്ലാണ്ട് നിന്നെ പേടിച്ചിട്ടല്ല ബ്രോ. നീ എന്നോട് ഭാര്യയായിട്ട് സംസാരിച്ചപ്പോൾ ഐ നോ യു ആർ റെക്കോർഡിങ് ആൻഡ് ഗോണ പുട്ട് അപ്പ് എ വീഡിയോ ആൻഡ് ഇതൊക്കെ ഞാൻ നാളെ ഇടാൻ വേണ്ടി. നിന്റെ നിലവാരം നിന്നോട് ഇങ്ങനെ ടോക്ക് ചെയ്ത് ഐ ഹാവ് സീറോ റിഗ്രറ്റ് ബിക്കോസ് ലെറ്റ്സ് ഹാവ് മോർ അന്തസ് ദാൻ യു ആൻഡ് പ്ലേ ബോയ്സ് ഹാവ് മോർ അന്തസ് ദാൻ എ മണ്ണുണ്ണി ഹു മൈറ്റ് പ്രോബബ്ലി ബി ബിറ്റ്വീൻ യുവർ ലെഗ്സ്. ഫസ്മിന സാക്കറിൻ്റെ ഒരു ഫ്ലൈറ്റ്. ഇറ്റ്സ് അബൌട്ട് അവരുടെ ഫൈറ്റാണ് ഹാപ്പൻ. അവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഖാദർ കരിപ്പുടിയുടെ ചാനലിലോട്ട് വരുമ്പം അവിടെ ആളൊരു സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. ഐ എം നോട്ട് ഫോക്കസിങ് ഓൺ റെക്കോർഡ്, ഇൻസ്റ്റഡ് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഷെയർ ചെയ്യാം. ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിസ്റ്റർ മെഹനു അവിടെ നിലത്ത് കിടക്കുന്നതാണ്. ഞാനൊരു വട്ടം ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഖാദർ കരിപ്പുടി എന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ ബേസിക്കലി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെഹനു എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ അബ്യൂസുകൾ സഹിക്കാൻ പറ്റാണ്ട് സഫ ഇതിൽ നിന്ന് കം ഔട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മെഹനു പലതരത്തിലുള്ള ഭീഷണികൾ ചെയ്തിട്ടാണ് സഫേനെ പിടിച്ചു നിർത്തിയത്. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതാണ് സഫ എന്തിനു സഹിച്ചു നിന്നു, സഫയ്ക്ക് ഈ കാര്യത്തിൽ നിന്ന് കം ഔട്ട് ചെയ്യാം, സഫയ്ക്ക് സഫേൻ്റെ ലൈഫ് ബിൽഡ് ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോഴും സഫയുടെ സൈഡിൽ നിന്ന് റിപ്ലൈ കിട്ടിയിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ വീഡിയോയിൽ റിപ്ലൈ കിട്ടിയിരിക്കുകയാണ്. മെഹനു എന്ന് പറയുന്ന വ്യക്തി എന്നെ പല കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതിൽ കമ്മിറ്റ് സൂയിസൈഡ്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കേൾക്കാം. ചെയ്യുന്ന വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചെങ്കിൽ ഭീഷണി, ആത്മഹത്യാ ഭീഷണി. ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ സമയത്ത് മെസ്സേജ് അയച്ചായിരുന്നു ഭീഷണി. ഞാൻ എൻ്റെ കുട്ടീനെ കാണാൻ വന്നിട്ട് ഞാൻ പോവും, അസാനുവിനെ ഒന്ന് കാണണം, ഇനുവിനെ ഒന്ന് കാണണം, കുട്ടികളെ രണ്ടാളെയും കണ്ടിട്ട് ഞാൻ ലോകത്തോട് വിട പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയായിരുന്നു. അന്നൊന്നും ചെയ്ത് എനിക്കറിയാം ചെയ്യൂല, സംഭവം ചെയ്യൂലെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന നമുക്കൊരു ഉള്ളൊരു ഭയം ഉണ്ടാവില്ല, ഇപ്പൊ എന്തെങ്കിലും ചെയ്യോ, നമ്മുടെ തലയിലാവൂലേ, അങ്ങനെ ചെറിയ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ചെയ്യാത്ത ആള് ഞാൻ ഫ്ലാറ്റിൽ വന്ന സമയത്ത് എൻ്റെ കുട്ടീനെ ഞാൻ ഉറക്കി കിടത്തുന്ന സമയത്തുള്ള ഒരു വെപ്രാളക്കളിയാണ് ഞാൻ ഈ വീഡിയോ അയച്ചിട്ടുള്ളത്. ഈ വീഡിയോനകത്ത് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് സത്യം പറഞ്ഞ നല്ല രീതിക്ക് ടെൻഷനായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചത് എങ്ങാനും ലാസ്റ്റ് എങ്ങനെങ്കിലും തലയിൽ വന്നെങ്കിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ സംഭവം ഭീഷണിപ്പെടുത്തുന്നത് ആത്മഹത്യ. എനിക്ക് ഇപ്പൊ കൂടി എന്നെ ഭീഷണിപ്പെടുത്തി ഇത്രയും പ്രശ്നം നടന്നിട്ടും ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിട്ടാണുള്ളത്. ഞാൻ പോവാണ്, ഞാൻ ലോകത്തോട് വിട പറയാണ്, ഇനി ഞാൻ എന്തിനും ഇവിടെ ജീവിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണിയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞെങ്കില് ഇത്രയും നാള് ഈ ഭീഷണിപ്പെടുത്തിയോടാണ് പേടിച്ച് മനുഷ്യൻ നിന്നത് തന്നെ. സഫ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ഞാൻ ഇത്രയും കാലം മെഹനു എന്ന് പറയുന്ന ഒരാളെ സഹിച്ചു നിന്നത് ആളുടെ ഭീഷണി കൊണ്ടാണെന്ന്. ശരി, ഉണ്ടാവാം. പക്ഷേ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ബേസിക്കലി ഇത്രയും വ്ളോഗ് സഫയുടെ കണ്ടതിൽ വെച്ച് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയും, സഫ ഇസ് എ ബോൾഡ് ലേഡി.
സഫ അങ്ങനെ ഒരു പേടിത്തൊണ്ടിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. സോഷ്യൽ മീഡിയ എന്താന്ന് അറിയാത്ത ആളൊന്നുമല്ല സഫയ്ക്ക് അതിൽ നിന്ന് കമൗട്ട് ചെയ്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനും സഫേനെ കൊണ്ട് പറ്റും. സഫയ്ക്ക് അതിനുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് കമൗട്ട് ചെയ്യാത്തത് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് എന്ന് പറയുമ്പോൾ ആയിരിക്കാം. പിന്നെ ഖാദർ കരിപ്പൊടിയുടെ ചാനലിൽ ഞാനൊരു സാധനം കണ്ടു, അതൊന്ന് കേൾപ്പിച്ചു തരാം. ഇവര് വേർപിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചെന്നിരുന്നു. എന്നാൽ അന്ന് ഈ പറയുന്ന സഫയും മെഹനാസും ഒക്കെ കൂടിയിട്ട് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് വരുത്തി തീർത്തു. പക്ഷെ ഇന്ന് വളരെ ക്ലിയറായിട്ട് സഫ എന്നോട് പറഞ്ഞു അത് സത്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ സഫയോട് ചോദിച്ചു, പിന്നെ എന്തിനാണ് ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഭർത്താവാണല്ലോ, ഭർത്താവായി നിൽക്കുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണെന്നും അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടും ഈ പറയുന്ന അവസ്ഥകളൊക്കെ മെഹനാസിൽ നിന്ന് നേരിട്ടിട്ടും സഫ അവിടെ കണ്ടിന്യൂ ചെയ്തതിൻ്റെ കാരണം സഫ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു ആത്മഹത്യാ ഭീഷണി ഈ പറയുന്ന മെഹനാസിനുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു പീസ് വെച്ചത് എന്താണെന്ന് വെച്ചാൽ, അന്ന് സോഷ്യൽ മീഡിയയിൽ മെഹനു സഫ അല്ലെങ്കിൽ മെഹനു റിഫ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ കോൺട്രവേഴ്സി ഉണ്ടായപ്പം മെഹനു എൻ്റെ കരളാണ്, എൻ്റെ ഹൃദയമാണ്, മെഹനു ഒന്നും ചെയ്യില്ല എന്ന് വന്ന് മെഹനുവിനെ ന്യായീകരിച്ച് പുണ്യാളനാക്കിയ വ്യക്തിയാണ് സഫ എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ സഫ അതൊക്കെ മാറ്റി പറയുന്നുണ്ട്. എന്നാൽ ഇതുപോലെ ലല്ലൂബീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്മിനയ്ക്ക് വേണ്ടി ഇല്ലാത്തൊരു കഥ മെനയാണോ എന്നുള്ള നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെന്ത് മനോഹരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്ട് ചെയ്തു. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ? അല്ല. ഇപ്പം നിങ്ങളുടെ വാക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? സഫ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയുമ്പം തെളിവായിട്ട് വരും. എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഒരുപാട് തെളിവുണ്ട് എന്നല്ലേ പറഞ്ഞാൽ, ആ തെളിവ് എക്സ്പോസ് ചെയ്യും. കാരണം നിങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പട്ടീനെ പിടിച്ച് പൂച്ചയാക്കാനും പൂച്ചേനെ പിടിച്ച് പട്ടിയാക്കാനും നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പണി പാടും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.